ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണല്ലോ അല്ലേ? നമ്മളെ ചാനൽ കാണുമ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പഴയ സിനിമയിലെ പാട്ടാണ് പഠിക്കുന്നത്. നെല്ല് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലാണ് ഈ പാട്ട്. ഒരുപാട് പേരെൻ്റെ അടുത്ത് ട്യൂട്ടോറിയൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒക്കെ എനിക്ക് പേഴ്സണലായിട്ടാണ് മെസ്സേജ് വന്നത് കേട്ടോ. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, പേഴ്സണലായിട്ട് അയക്കാതെ എനിക്ക് യൂട്യൂബിൽ നമ്മളിടുന്ന ഈ വീഡിയോ ഉണ്ടല്ലോ, അതിൻ്റെ താഴെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. പേഴ്സണലായിട്ട് ഇടുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തന്നെ നമ്മളിടുന്ന വീഡിയോൻ്റെ താഴെയാണ് കമൻറ്റ് ചെയ്യേണ്ടത് കേട്ടോ. മറന്നു പോകരുതേ. ഈ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഇത് നെല്ല് എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മുടെ ലതാജിയാണ് പാടിയിട്ടുള്ളത്. അപ്പോൾ ഭയങ്കര രസമാണ് കേൾക്കാൻ. നല്ലൊരു ഓളമുള്ള പാട്ടുമാണ്. നമുക്ക് ഏത് സ്റ്റേജിലും ഇത് പാടാമെന്നുള്ളതാണ്. ഏജ് ലിമിറ്റില്ല. ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ ഈ പാട്ട് നല്ല അസലായിട്ട് പാടാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ഈ പാട്ട് പഠിക്കാം. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം. ഞാൻ ദീപ കിഷോർ. ഒരുപാട് പേര് നമ്മളെടുത്ത് ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ഫുള്ളായിട്ട് പാടിയിടുമോ, അല്ലെങ്കിൽ ലിറിക്സ് നമ്മൾ സ്ക്രീനിൽ കാണിക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇതൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് ചെയ്തു തരാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മളെ വീഡിയോനെ അത് നന്നായിട്ട് ബാധിക്കും. അതിൽ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ലിറിക്സ് ഇതിനകത്ത് തരാത്തത്. ലിറിക്സ് ഞാൻ നേരെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾ ജസ്റ്റ് എഴുതിയെടുത്താൽ മതി. എഴുതിയെടുക്കുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് നിങ്ങൾക്ക് പഠിക്കാനും പറ്റും. സ്ക്രീനിൽ കാണുമ്പോൾ നിങ്ങൾ അതാണ് ശ്രദ്ധിക്കുക. പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കൂടുതൽ ഈ സ്ക്രീനിൽ കാണുന്ന ലിറിക്സിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു പോകും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഒരു കരോക്കയിൽ ഒരു പാട്ട് പഠിക്കുകയാണെങ്കിലും ശരി, എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് ഈ പാട്ട് ആദ്യം നിങ്ങൾ എഴുതിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇത്രയും ഇരുന്ന് പഠിക്കാൻ സമയം കണ്ടെത്തുന്ന നമുക്ക് അത് ഇച്ചിരി അല്ലേ എഴുതാനുള്ളൂ. അതങ്ങ് എഴുതിയെടുക്കുക വേഗം. എന്നിട്ട് നമ്മൾ നോക്കിയിട്ട് പഠിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം അത് മറന്നു പോകരുതേ. ഓക്കെ, ഈ പാട്ടിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കണമെന്നൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. പെട്ടെന്ന് പഠിച്ച് കഴിയുകയും ചെയ്യും നമ്മൾ. അപ്പം നോക്കാം നമുക്ക്. ഫസ്റ്റ് അതിൻ്റെ പല്ലവി നോക്കൂ കേട്ടോ. നമുക്ക് ശ്രുതി വെച്ചിട്ടുള്ളത് എഫ് ഷാർപ്പാണ് കേട്ടോ. അപ്പോൾ ആ ശ്രുതിയിൽ തന്നെ നിങ്ങളും പാടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ശ്രുതി കറക്റ്റ് ചെയ്തിട്ട് വെക്കണം. ശ്രുതി വെക്കാൻ അറിയില്ലെങ്കിൽ ഒന്നും പേടിക്കണ്ട. ഞാൻ പാടുന്ന സെയിം ടോണിൽ പാടിപ്പോയാൽ മതി കേട്ടോ. ഓക്കെ, നോക്കാം. ശ്രുതി അതാണ്. ശ്രുതി പിടിക്കണം നമ്മൾ എപ്പോഴും പാടുമ്പോൾ കേട്ടോ. കദളി കദളി ചെങ്കദളി പൂവേണോ, കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ പൂക്കാരാ എന്നാണ്. അപ്പോൾ നോക്കിക്കേ, നല്ലൊരു സുഖം അല്ലേ നമുക്കത് കേൾക്കുമ്പോൾ. നോക്കിക്കേ, കദളി കദളി എന്നാണ്. അത് നമ്മൾ അടിച്ചടിച്ചാണ് പാടുന്നത് പാട്ട് കേട്ടോ. അപ്പോൾ പാടുമ്പോൾ നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, അടിച്ചടിച്ച് പാടാൻ വേണ്ടിയിട്ട്. കദളി കണ്ടോ, കദളി കദളി. ആ സ്റ്റൈല് നന്നായിട്ട് ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവരണം നമ്മൾ. അപ്പോൾ കദളി 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 കണ്ടോ, തള്ളി തള്ളി കൊടുക്കുന്നത് കണ്ടോ. ചെങ്കദളി ചെങ്കദളി എന്നാണ്. ആദ്യം എങ്ങനെയാണ് പാടിയത്? കദളി എന്നാണ്. പിന്നെ കദളി, പിന്നെ ചെങ്കദളി പൂവേണോ എന്നാണ്. പൂവേണോ, അവിടെ ചെറിയൊരു വൈബ്രേഷൻ കൊടുക്കുന്നുണ്ട്. എവിടെയാണ്? പൂവേണോ നോ, അവിടെ ആ എന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വൈബ്രേഷന് അവിടെ കറക്റ്റായിട്ട് കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ഭംഗി വരിക. അപ്പോൾ ഒന്നുകൂടെ പാടിക്കേ. കദളി കദളി ചെങ്കദളി പൂവേണോ, കവിളിൽ, അവിടെ കണ്ടോ, കവിളിൽ, അവിടെ അടി കഴിഞ്ഞിട്ടാണ് കവിളിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. കവിളിൽ പൂമതമുള്ളൊരു, പാട്ട് പാടുന്ന സ്റ്റൈല് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു സ്റ്റൈലിൽ തന്നെ നമ്മൾ പോണം പാട്ട്. കവിളിൽ കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ പൂക്കാരാ എന്നാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ അടി കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും നിങ്ങൾ ശ്രദ്ധിക്കണേ. കദളി കദളി കണ്ടോ, കദളി കദളി ചെങ്കദളി പൂവേണോ, കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ പൂക്കാരാ എന്നാണ്. പെൺപൂവേണോ, അത് ബേസിൽ നിന്ന് കൊണ്ടുവരണം. പെൺപൂവേണോ പൂക്കാരാ, മനസ്സിലായോ? കവിളിൽ കവിളിൽ പൂമതമുള്ളൊരു
കണ്ടോ? ആ ഒരു സ്റ്റൈലിൽ പാടിയെടുക്കണം. കവിളിൽ പൂമതമുള്ളൊരു പെൺപൂ വേണോ, പൂമതമുള്ളൊരു പെൺപൂ വേണോ പൂക്കാര, പൂമതമുള്ളൊരു പെൺപൂ വേണോ. കണ്ടോ? ഹൈയിൽ പോയിട്ട് പെട്ടെന്ന് താഴേക്ക് വന്നിട്ടാണ് പിന്നെ നമ്മൾ മുകളിലേക്ക് കൊണ്ടുവന്നത് ആ വരി കേട്ടോ. ശ്രദ്ധിച്ചു പാടണേ. അപ്പോൾ നമുക്ക് അത് ഒരുമിച്ചൊന്ന് പാടി നോക്കാം. കദളി 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 പൂവേണോ, കവിളിൽ പൂമതമുള്ളൊരു പെൺപൂ വേണോ പൂക്കാര, കദളി 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 പൂവേണോ, കവിളിൽ പൂമതമുള്ളൊരു പെൺപൂ വേണോ പൂക്കാര. അങ്ങനെയാണ് പോകുന്നത് കേട്ടോ. നോക്കിക്കേ, നെക്സ്റ്റ് പാരഗ്രാഫ് കേട്ടോ. മുകളിൽ മുകളിൽ ജിലു 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 ജിങ്കിലമോടെ എന്നാണ്. അതും കുറച്ചിങ്ങനെ നമ്മളൊന്ന് പുഷ് ചെയ്ത് പാടിക്കൊടുക്കണം കേട്ടോ. ഈ പാട്ടൊക്കെ അങ്ങനെയാണ് പോകുന്നത്. ഈ വരികളെല്ലാം തന്നെ, ഈ പാട്ടിലെ വരികളെല്ലാം തന്നെ അങ്ങനെയാണ് പോകുന്നത്. കുറച്ച് നല്ല സ്ട്രോങ്ങിലാണ് പോകുന്നത് കേട്ടോ. മുകളിൽ ജിലു 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 ജിങ്കിലമോടെ എന്നാണ്. പാടി നോക്കിക്കേ. മുകളിൽ മുകളിൽ തള്ളി കൊടുക്കണം. മുകളിൽ ജിലു 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 ജിങ്കിലമോടെ. കണ്ടോ? ചിലു 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 ജിങ്കിലമോടെ, ജിങ്കില ജിങ്കില തള്ളി കൊടുക്കണം. മുകളിൽ ചിലു 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 ജിങ്കിലമോടെ, മുകിൽ പൂ വിടർത്തും. അവിടെ മുകിൽ പൂ വിടർത്തും. രണ്ടും ശ്രദ്ധിച്ച് പാടണം. മുകിൽ പൂ അവിടെ വിടർത്തും, അവിടെയാണ് വിടർത്തും എന്നുള്ളത്. അപ്പൊ നോക്കിക്കേ. മുകളിൽ ജിലു 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 ജിങ്കിലമോടെ, മുകിൽ പൂ വിടർത്തും. കണ്ടോ? വിടർത്തും പൊൻകൊട കീഴേ, പൊൻകൊട പൊൻകൊട കീഴേ കീഴേ. ഒന്ന് അവിടെ തള്ളി കൊടുക്കുന്നുണ്ട്. മുകിൽ പൂ വിടർത്തും പൊൻകൊട കീഴേ. പിന്നെ ഒന്നുകൂടി അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. മുകളിൽ ജിലു 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 ജിങ്കിലമോടെ, മുകിൽ പൂ വിടർത്തും പൊൻകൊട കീഴേ. രണ്ടാമത് പാടുമ്പോൾ പൊൻകൊട കീഴേ എന്നുള്ളത് പൊൻകൊട കീഴേ എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് പാടുമ്പോൾ നമ്മൾ പൊൻകൊട കീഴേ എന്നാണ് കൊടുക്കുന്നത്. പക്ഷെ രണ്ടാമത് പാടുമ്പോൾ പൊൻകൊട കീഴേ എന്നാണ് വരുന്നത്. എന്നിട്ടാണ് അടുത്ത വരി വരല്ലേ നീ വനമാലി എന്നെടുക്കുന്നത്. ഓക്കെ, വരല്ലേ നീ വനമാലി തരില്ലേ താമരത്താലി എന്നാണ്. അത് നോക്കിക്കേ. വരല്ലേ നീ വനമാലി, വരല്ലേ നീ വനമാലി, നീ വനമാലി. ഓക്കെ, വരല്ലേ നീ വനമാലി തരില്ലേ താമരത്താലി, താമരത്താലി എന്നാണ്. അവിടെ ഒരു ചെറിയൊരു കുഞ്ഞ് സംഗതി എന്ന് പറയാനുള്ള ചെറിയൊരു നോട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. താമരത്താലി എന്നുള്ളത്. ഓക്കെ, അപ്പം അതും നന്നായി ശ്രദ്ധിച്ചു പാടുക. പിന്നെ നെക്സ്റ്റ് ലൈൻ തെയ്യാര താരേ എന്നാണ് വരുന്നത്. അതിൻ്റെ കൂടെ വരല്ലേ നീ വനമാലി തരില്ലേ താമരത്താലി, തെയ്യാര താരേ അതാണ് വരുന്നത് കേട്ടോ. അപ്പം അത് നമുക്ക് ഒരുമിച്ച് പാടി വെക്കാം. മുകളിൽ ജിലു 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 ജിങ്കിലമോടെ, മുകിൽ പൂ വിടർത്തും പൊൻകൊട കീഴേ. മുകളിൽ ജിലു 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 ജിങ്കിലമോടെ, മുകിൽ പൂ വിടർത്തും പൊൻകൊട കീഴേ. വരല്ലേ നീ വനമാലി തരില്ലേ താമരത്താലി, തെയ്യാര താരേ. കദളി 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 പൂവേണോ, കവിളിൽ പൂമതമുള്ളൊരു പെൺപൂ വേണോ പൂക്കാര. ഇനി നമുക്ക് അതിൻ്റെ അടുത്ത സ്റ്റാൻസ് പഠിക്കാം. സെയിം ഇതേ ട്യൂൺ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. നല്ല സുഖമല്ലേ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ പാട്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. നല്ല രസമായിട്ട് നമുക്ക് പാടാനും പറ്റും. അതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു വരുന്നത്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളെ കമൻറ്റ്സ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറന്നു വരുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം.
നമ്മൾ നേരത്തെ പാടിയ പോലെ തന്നെ ജസ്റ്റ് പുഷ് ചെയ്ത് പാടി കൊടുക്കണേ. കിളികൾ വളകിലുക്കണ വള്ളിയൂർക്കാവിൽ കളഭം പൊഴിയും വിക്കിളിക്കൂട്ടിൽ. കിളികൾ വളകിലുക്കണ വള്ളിയൂർക്കാവിൽ കളഭം പൊഴിയും വിക്കിളിക്കൂട്ടിൽ. ഓക്കെ, അതുപോലെ തന്നെയാണ് അല്ലേ. നോക്കിക്കേ എങ്ങനെയാന്ന്. കിളികൾ വളകിലുക്കണ, കിളികൾ വളകിലുക്കണ, വളകിലുക്കണ വള്ളിയൂർക്കാവിൽ, വള്ളിയൂർക്കാവിൽ എന്നാണ് കേട്ടോ. കളഭം പൊഴിയും വിക്കിളിക്കൂട്ടിൽ. ക്ലിയർ ആയോ? കളഭം പൊഴിയും വിക്കിളിക്കൂട്ടിൽ. നേരത്തെ നമ്മൾ എടുത്ത പോലെ തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. കിളികൾ വളകിലുക്കണ വള്ളിയൂർക്കാവിൽ കളഭം പൊഴിയും വിക്കിളിക്കൂട്ടിൽ, കൂട്ടിൽ എന്ന് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെയാണ് ഉറങ്ങും നിത്യമെൻ മോഹം, ഉറങ്ങും നിത്യമെൻ മോഹം, ഉണർത്തും വന്നൊരു നാണം തെയ്യാറ് തെയ്യാറ് താരേ എന്നാണ്. അവിടെ നോക്കിക്കേ. ഉറങ്ങും നിത്യമെൻ മോഹം, നിത്യമെൻ മോഹം, ഉണർത്തും വന്നൊരു നാണം, വന്നൊരു നാണം തെയ്യാറ് തെയ്യാറ് താരേ. ക്ലിയർ ആയോ? അപ്പൊ അത് മുഴുവനായിട്ട് നമുക്കൊന്ന് പാടി വെക്കാം. കിളികൾ വളകിലുക്കണ വള്ളിയൂർക്കാവിൽ കളഭം പൊഴിയും വിക്കിളിക്കൂട്ടിൽ. കിളികൾ വളകിലുക്കണ വള്ളിയൂർക്കാവിൽ കളഭം പൊഴിയും വിക്കിളിക്കൂട്ടിൽ. ഉറങ്ങും നിത്യമെൻ മോഹം, ഉണർത്തും വന്നൊരു നാണം തെയ്യാറ് തെയ്യാറ് താരേ. കദളി ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ അടുത്ത സ്റ്റാൻസ് നോക്കാം. സെയിം ട്യൂണാണ്, ഒന്നും പേടിക്കണ്ട. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെയാണ് കേട്ടോ. മുളയ്ക്കും കുളിർ മുഖത്തൊരു മുത്തുകൾ പോലെ മുളമ്പൂ മയങ്ങും കുന്നിനു താഴെ എന്നാണ്. നമ്മൾ നേരത്തെ പാടിയ പോലെ തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. ഒന്നുകൂടെ പാടി നോക്കൂ എൻ്റെ കൂടെ. മുളയ്ക്കും, അത് അടി കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. മുളയ്ക്കും, കണ്ടോ, അടി കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യണം. മുളയ്ക്കും കുളിർ മുഖത്തൊരു മുത്തുകൾ പോലെ മുളമ്പൂ മയങ്ങും കുന്നിനു താഴെ. മുളയ്ക്കും, ഒന്നുകൂടെ അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ രണ്ടാമത് പാടുന്ന സമയത്ത് നമ്മൾ താഴെ എന്നുള്ളിടത്ത് പ്ലെയിൻ ആക്കിയിടാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഇത് കൊടുക്കുന്നേ ഉള്ളൂ. കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത്. നോക്കിക്കേ. മുളയ്ക്കും, അവിടെ അടി കഴിഞ്ഞിട്ടാണ് കേട്ടോ. മുളയ്ക്കും കുളിർ മുഖത്തൊരു മുത്തുകൾ പോലെ മുളമ്പൂ മയങ്ങും കുന്നിനു താഴെ. മുളയ്ക്കും കുളിർ മുഖത്തൊരു മുത്തുകൾ പോലെ മുളമ്പൂ മയങ്ങും കുന്നിനു താഴെ. കണ്ടോ, താഴെ അവിടെ ജസ്റ്റ് ഒന്ന് തള്ളി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത വരി. നിനക്കേ തൂവലിൻ മഞ്ചം, അതും അടി കഴിഞ്ഞിട്ടാണ്. നിനക്കേ തൂവലിൻ മഞ്ചം നിവർത്തി വീണ്ടും എൻ നെഞ്ചം, വീണ്ടും എൻ നെഞ്ചം. കണ്ടോ, അടി കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ തെയ്യാറ് തെയ്യാറ് താരേ, അതെവിടെയാണ് വരുന്നത് നോക്കിക്കേ. നിനക്കേ തൂവലിൻ മഞ്ചം നിവർത്തി വീണ്ടും എൻ നെഞ്ചം തെയ്യാറ് തെയ്യാറ് താരേ. ആ തെയ്യാറ് എന്നുള്ളത് അടിയിലാണ് വരുന്നത്. ബാക്കി രണ്ടും അടി കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ നോക്കിക്കത്. മുളയ്ക്കും കുളിർ മുഖത്തൊരു മുത്തുകൾ പോലെ മുളമ്പൂ മയങ്ങും കുന്നിനു താഴെ. മുളയ്ക്കും കുളിർ മുഖത്തൊരു മുത്തുകൾ പോലെ മുളമ്പൂ മയങ്ങും കുന്നിനു താഴെ. നിനക്കീ തൂവലിൻ മഞ്ചം നിവർത്തി വീണ്ടും എൻ നെഞ്ചം തെയ്യാറ് തെയ്യാറ് താരേ. കദളി 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 പൂവേണു. ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാനും പറ്റും, നമുക്ക് നന്നായി ആസ്വദിക്കാനും പറ്റുന്ന നല്ലൊരു പാട്ടാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പഠിച്ചോ. എല്ലാവർക്കും ഇത് പാടാൻ പറ്റും കേട്ടോ. ഇത് നിങ്ങൾ പെട്ടെന്ന് അങ്ങ് നോക്കി പഠിച്ചുകൊണ്ട് കാര്യമില്ല. ഓരോ വരികളായിട്ട് ശ്രദ്ധിച്ച് പഠിക്കണം. അതൊരു കുഞ്ഞു പാട്ടായാലും ശരി, നമ്മൾ പഠിക്കുന്ന ഓരോ വരികളും അത് ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.